ഇനി ഫത്താവ മുഹീസുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടേതാണ്. ഈ കാര്യത്തിലൊന്നും നിങ്ങൾ EKP എതിരെ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇതിൽ പറയുന്നത് എന്താ അറിയോ, എന്നാൽ വല്ലാണ്ട് ദുഃഖിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാർ. ചോദ്യം മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഇസ്തിഹാസ നടത്തുന്നത് അനുവദനീയമാണോ എന്നല്ല, വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഇതാണ് ചോദ്യം. അതിന് പൊന്മളന്റെ ഉത്തരം എന്താണ്? ഉത്തരം അനുവദനീയമാണ്. എന്തിന്? അല്ലല്ലാത്തോലെ ഇബാദത്ത് ചെയ്യൽ അനുവദനീയമാണ് എങ്കിൽ അതിന്റെ പേരല്ലേ ശിർക്ക്? അടുത്ത മറുപടി എന്താണ്? ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്ത് മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പൊന്മളന്ന് ജീവിച്ചിരിക്കുന്ന ആളാ, നിങ്ങൾ കൊണ്ടുവന്നോളൂ. നിങ്ങളൊരു ഡേറ്റ് ഫിക്സ് ചെയ്ത് പൊന്മളനെ കൊണ്ടുവന്നിട്ട് ഇതിനൊരു ആയത്ത് ഓതാൻ പറ, ഇതിനൊരു ഹദീസ് ഉദ്ധരിക്കാൻ പറ. എന്നിട്ട് പറയുന്നത് എന്താണ്? വിശുദ്ധ ഖുർആൻ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അവർ പറയുന്നത് തെളിവുണ്ട്. എന്നിട്ടൊരു ആയത്ത് ദുർവ്യാഖ്യാനിക്കണം. ഇന്നമാ വലിയുക്കുമല്ലാ എന്നുള്ള ആയത്ത് സൂറത്ത് മാഇദ. ആയത്തിന്റെ അർത്ഥവും അതല്ല, ആശയവും അതല്ല, സന്ദർഭവും അതല്ല, അതിന്റെ സബബുൻ നുസൂല് വേറെയാണ്, അതിന്റെ കോണ്ടസ്റ്റ് വേറെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കണില്ല. ഇവരുടെ വാദം എന്താണ്? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാന്ന് മാത്രമല്ല, അവര് മുഖാന്തരേ റബ്ബിലേക്ക് പോകാവൂ, നേരിട്ട് തേടിയിട്ട് കാര്യമല്ല.